കണ്ണി ചിമ്മിട്ട് ഇറക്കാൻ പറ്റിയ ഒരു കിരുമത്തിന്റെ പെട്ടി പീസ്. അതായത് സ്വിഫ്റ്റ് കാറിൽ പെട്രോൾ വണ്ടിയാണ്, ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള പെട്രോൾ വണ്ടി, അതും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ. എത്ര കിലോമീറ്റർ ഓടിനെ? ഇത് 72,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ക്ലീൻ പീസ്, പെട്ടി പീസ്. അതെ, ടൈപ്പ് 2 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വാഹനം, 2017 അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വാഹനം. അതും ഓണർഷിപ്പ് എത്ര തന്നെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. വീട്ടിൽ നിന്ന് ആയതുമാണ്, ഒരു വീട്ടിൽ നിന്ന് രണ്ടാളായതാണ് അല്ല. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്, ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് അല്ല? ഫുൾ ഫിറ്റ്. ഓട്ടോ കുറവുള്ളതുകൊണ്ട് തന്നെ പിന്നെ മെക്കാനിക്കിന്റെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് ആക്കിയാലും കൂടി അറിയില്ല. ഓട്ടോ കുറഞ്ഞെങ്കിൽ അങ്ങനെയാണ്, ഓട്ടോ കൂടുമ്പാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ VXI ഓപ്ഷൻ അല്ലേ? VXI ഓപ്ഷണല് ഏറ്റവും ടോപ്പ്. ഓക്കെ. ABS എയർ ബാഗ് എല്ലാം വരുന്നു അല്ല? ABS എയർ ബാഗ്, അലോയ്സ് വരില്ല. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ സൺറൈസ് മുജീബ് ഖാന്റെ യാർഡിലാണ്. നമ്മള് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കി രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് ആരെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ അല്ല. അപ്പൊ ഇവിടുത്തെ ഏകദേശം ഒരു 40 വണ്ടി ഉണ്ട്, എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. മുജീബ് ഖാന്റെ കണ്ടു വിശേഷം? എന്താ നല്ല സുഖല്ലേ? അടിച്ചു പൊളിച്ചു. എല്ലാം ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികൾ. പെരുന്നാള് കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു, സാധാരണക്കാര വണ്ടികൾ അല്ല, ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികൾ. 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളുണ്ട്. എല്ലാം ഉണ്ട്, 7 സീറ്റർ എല്ലാം ഉണ്ട് അല്ല. ഒരു 1,000,000 വരെ ഉണ്ടല്ലോ. ഓക്കെ. ലോണ് മാക്സിമം 0 ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഹോണ്ടന്റെ അമേസ് 4-5ഓളം ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റിയോസ് ഉണ്ട്, ഇറ്റിയോസ് ലിവ ഉണ്ട്, ടൊയോറ്റയില് കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ വേറെന്തൊക്കെയുണ്ട്? പ്രേക്ഷകരോട് എന്ത് പറയണ്ട? പ്രേക്ഷകരോട് എന്താ പറയാന്, നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഉസാറായി കാണാൻ, വണ്ടി എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും കമന്റ്, ലൈക്ക്, ഷെയർ. അതെ. അല്ല, നമ്മള് കുറെ ആയി വീഡിയോ ചെയ്തിട്ട്. കാരണം എന്താ വെച്ചാല് മുമ്പൊരു വണ്ടി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, കുറെ വണ്ടികൾ ഇറങ്ങി പോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. 10 വണ്ടി 8 വണ്ടിയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ കുറച്ച് വണ്ടി കയറിയതാ. ഞാൻ ഈ കൂടെ പോകുമ്പോ നോക്കലുണ്ട്, ഇവിടെ വണ്ടി വളരെ കുറവായിരുന്നു. ഇപ്പൊ ഒരുപാട് സ്റ്റോക്ക് കയറി. എന്തായാലും നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കല്ലേ? ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ നമ്മളെ മഞ്ചേരിയിൽ നിന്ന് വരുമ്പോ ഒരു 3.5 കിലോമീറ്റർ അമൃത സ്കൂൾ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഓക്കെ. മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ വെള്ളാമ്പുറം വഴിക്ക് 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ. ഓക്കെ. ലൊക്കേഷൻ വേണ്ടവർക്ക് മൂപ്പര് വാട്സപ്പ് ലൊക്കേഷൻ വേണ്ട ലൊക്കേഷൻ വിളിച്ചാൽ മതി. എന്ത് ഉപകാരം നമ്മളെ കൊണ്ടുണ്ടാവും, ചെയ്തു കൊടുക്കൂല്ലേ? ഓക്കെ. അപ്പോ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് കയറി കണ്ടോളൂ കേട്ടോ. അപ്പൊ വണ്ടി നമുക്ക് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോവാം. ഇതെവിടെ ഒരു കിതുമത്തിന്റെ ഒരു ഡിസൈർ ഡീസൽ വണ്ടി, അതും ഓട്ടം കുറവുണ്ട് അല്ല? 87 കിലോമീറ്റർ ഓടിയത്, 2015 മോഡല്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്. കാര്യങ്ങളൊക്കെ അല്ല, 4 ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ട്. ഏകദേശം ഫുള്ള്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. കാണിച്ചിട്ട് എടുക്കാം അല്ല? ഇത് 15 വണ്ടിയൊക്കെ 4.4 ചോദിക്കണ വണ്ടിയല്ലേ? അതെ. ഇത് നമുക്ക് 3.90 കൊടുക്കാം. 390 കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. അതും ഓപ്ഷൻ VDI 4 ഡോർ പവർ വിൻഡ് ഒക്കെ വരും. എല്ലാ ഓപ്ഷനും ഇല്ലത്. ലോൺ എത്ര കിട്ടും? ലോൺ ഏകദേശം മാക്സിമം ഒരു 10-30 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. 15 വണ്ടിയാണ് 390 തരാന്ന് പറഞ്ഞ ഹിദുമത്തിന്റെ ഒരു എർട്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ആനിവേഴ്സറി എഡിഷൻ അല്ല? ആനിവേഴ്സറി എഡിഷനിൽ ഇറങ്ങിയ വണ്ടിയാണ്. ഇത് 2015 മോഡൽ. 15 വണ്ടി VDI. ഓക്കെ. എത്ര ഓട്ടോ ഉണ്ട്? ഓട്ടോ 1ന്റെ മേലെ ചില്ലറ ഓടിയാണ്. റീപ്ലേസ്മെന്റ് 2015 മോഡലാണ്. തട്ടുമുട്ട് ഉണ്ടോ? തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല? നീറ്റ് വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. 15 വണ്ടി എത്ര കൊടുക്കത്? ഇത് നമ്മൾ 5-6 ചോദിക്കണേ. 5.25 കൊടുക്കാം. 5.25 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? അതിലെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അല്ല, ലോൺ കിട്ടോ? ലോൺ കിട്ടാതെ 4.5 ഫുള്ള് കിട്ടുമെന്നാ ചോദിച്ചേ. ഫുള്ള് കിട്ടൂല, 4.5-4.25 ലോൺ കിട്ടുമല്ലോ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്കൊരു ടെറാന കാണിച്ചു കൊടുക്കാം അല്ലെ? ടെറാന ഇവിടെ 2-3 പീസ് ഉണ്ടല്ലോ. 2 ഉണ്ട്. അല്ല, ഇത് നല്ല അടിപൊളി വണ്ടിയല്ലോ. എങ്ങനെയാ ഇത് മോഡല്? ഇത് 2014 മോഡല്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് ഓടിയത് 1.15 അതേ റേഞ്ചിൽ തന്നെ.
ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല വണ്ടി. എത്ര കൊടുക്കത്? ഇത് നമ്മള് ചോദിക്കണതൊക്കെ 390 ഒരു 12ന്റെ വിലക്കാണ് കൊടുക്കാൻ നമുക്ക്. 14 വണ്ടി 14 വണ്ടി എത്രക്ക് കൊടുക്ക? ഇത് 12ന്റെ വില കൊടുക്കാം. നിങ്ങൾ പറഞ്ഞാണ് വില ഒരു 340 കൊടുക്കാം. 340 കൊടുത്തു. 340 വണ്ടി തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി. 85 അല്ലേ? 85 വണ്ടി എടുക്കല്ലോ. ഓക്കെ, നല്ല വിലപ്പാകമുണ്ട്, നോക്കിക്കോളി കേട്ടോ. ഇതെവിടെ ഒരു നല്ല അലുവക്കണ്ട പോലത്തെ ഒരു നാനോ കാറ്, അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 മോഡല്. ആകെ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ഓക്കെ, നല്ല ക്ലീൻ വണ്ടിയാട്ടോ. നല്ല ക്ലീൻ പീസ് അല്ലേ? അതിന്റെ നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ടത് പിന്നെ ബോണറ്റിന്റെ ഉള്ളിൽ തുരുമ്പുണ്ടോ നോക്കണോ അല്ലെ? ഒരു തുരുമ്പില്ല, ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടി, നല്ല പെട്ടി പീസാണ്. അതും പിന്നെ 53,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ല. ടിസ്റ്റ് ആണ്, ഡിക്കുള്ള ടൈപ്പ് ആണ്. അല്ല, ടീച്ചർമാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. അതെ. പിന്നെ ഇത് എത്രക്ക് കൊടുക്കാം മുജീബ്? ഇത് നമ്മൾ ചോദിക്കണത് നല്ല വണ്ടി ആയതുകൊണ്ട് ചോദിക്കണം. 1.60 ചോദിക്കുന്നുണ്ട്. നമുക്ക് അറ്റ് ലാസ്റ്റ് 1.45 കൊടുക്കാം. 1.45 കൊടുക്കാം. എവിടെ ഓട്ടോമാറ്റിക് വണ്ടി കിട്ടുമോ? അതെ. മാനുവൽ വണ്ടിക്ക് തന്നെ കൊടുക്കണം 1.30. അതും 53,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അല്ല, ഓട്ടം കുറവുള്ള വണ്ടിക്ക് എന്തായാലും വില കൂടുതലുണ്ടാവും. അതെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഇവിടെ നമുക്ക് വീണ്ടും ഒരു കരിങ്കോയി. ഇതെങ്ങനെയായിരുന്നു? കരിങ്കോയി 2008 മോഡൽ. ഇത് ഊണ്ടൈന്റെ ഐട്ടൺ അല്ലേ? ഐട്ടൺ ആണ്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? ഇത് ഓപ്ഷൻ ഇറയാണ് വരുന്നത്. ഓപ്ഷൻ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ, മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2008 മോഡൽ. 28 വരെ പേപ്പർ ഉണ്ടാവും. പേപ്പർ ഉണ്ട്. ഓക്കെ, നമ്മള് ചോദിക്കണത് 1.5 ചോദിക്കുന്നുണ്ട്. ഒരു 90 റുപ്യ നമുക്ക് 90 റുപ്യ കൊടുക്കാം അല്ലെ? മെക്കാനിക്ക് നല്ല വണ്ടി. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതെവിടെ ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡിസൈർ, അതും ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല ബ്ലാക്ക് കമ്പനി കളർ അടിച്ചതാ. ഇത് ചെറിയ ടച്ചപ്പ് ചെയ്താണ്. നല്ല വൃത്തിയില്ലേ വണ്ടി? നല്ല വൃത്തിയുണ്ട്. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2008 മോഡലാ. 28 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മള് ചോദിക്കണത് 1.90 ചോദിക്കുന്നുണ്ട്. എന്നാലും ഒക്കുള്ളൂ ഇതൊക്കെ. അതെ. എന്താ അറിയോ, ഇത് ഓപ്ഷൻ VDI 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും അല്ലേ? മെക്കാനിക്കലി ആയിട്ട് ഇപ്പൊ എന്ത്? മെക്കാനിക്കലി നമുക്ക് ഇതിന്റെ ഇഞ്ചിനെ 1 മാസം ഗ്യാരണ്ടി കൊടുക്കാം. അത്രയും പക്ക. ഓക്കെ, പിന്നെ 1.90 ചോദിക്കുന്നുണ്ട്. എത്ര കൊടുക്കാം? നമുക്ക് 1.70 കൊടുക്കാം. ഓക്കെ, ലോൺ കിട്ടോ ഇതിന്? 2008 ശ്രീറാം കിട്ടും. 2008 മുതലാണ് ശ്രീറാം ലോൺ കൊടുക്കുന്നത്. ഉറപ്പിട്ടു അല്ലെ? ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. നല്ല അടിപൊളി വാഗനർ കാണിച്ചു കൊടുക്കല്ലേ? എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2014 വണ്ടി. 14 മോഡലാണ്. VXI ഫുൾ ഓപ്ഷൻ അല്ല? ഫുൾ ഓപ്ഷൻ. ഓക്കെ, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് ഓണർ വണ്ടിയാണ്. ഇന്റീരിയർ നല്ല വൃത്തി ഉണ്ടല്ലോ. 93,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഓട്ടം കുറവുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഒരു റീപ്ലേസും ഇല്ല. മെക്കാനിക്കൽ ഫുൾ ഫിറ്റ്. എത്ര ചെയ്യാൻ പറ്റും? ഇത് KL 18 ആണ്. 18 വണ്ടി അല്ലേ? തലശ്ശേരി വണ്ടിയാണ്. തലശ്ശേരി അല്ല, 18 വടകര വണ്ടി. സോറി. വണ്ടി വേറെ തട്ടുമുട്ട് കിടി കുത്തൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ചോദിക്കണ 2.90 ആണ്. നമുക്ക് 2.25 കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞ? 14 മോഡൽ VXI ആട്ടോ. VXI ഫുള്ള് 2.25 തരും. ലോണും കിട്ടും മാക്സിമം. ലോൺ ഒരു എന്റെ അഭിപ്രായത്തിൽ 2.40 2.5 ലോണും കിട്ടും അല്ലെ? വേണം വിളിച്ചു. വീണ്ടും ഇവിടെ ഒരു എർട്ടിക ആണ് നിങ്ങളെ കാണിക്കുന്നത്. എർട്ടിക നോക്കുന്ന ആളാണെങ്കിൽ ഇവിടെ വേഗം വന്ന് നോക്കിക്കോ. എത്ര? 3 പീസ് ഉണ്ട്. അതും ചെറിയ ബഡ്ജറ്റ് ആണ് കേട്ടോ. ഇത് എങ്ങനെയായിരുന്നു മുജീബ് മോഡൽ? 2012 മോഡൽ ZDI കേട്ടോ. ZDI ബാക്ക് വൈപ്പർ കാര്യങ്ങൾ അലേവിൽസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം 1ന്റെ മേലെ എന്തായാലും ഉണ്ടാവും. 12 വണ്ടിയല്ലേ? ഓക്കെ, 12 മോഡലാണ്. 12. ZDI ആണ്. അലോയ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഫുള്ളാണ്. വേറെ തട്ടുമുട്ട് ഇടി കുത്തി അതൊക്കെ നമ്മള് ഗ്യാരണ്ടി. മെക്കാനിക് ഒക്കെ ഗ്യാരണ്ടി ഉഷാറല്ലേ? എത്രക്ക് ചെയ്യാം? ഇത് നമ്മൾ ചോദിക്കണ 4.10 ആണ്. പക്ഷെ നമുക്കൊരു 3.25 കൊടുക്കാം. ലാസ്റ്റ് 3.25 കൊടുക്കുക. ഒട്ടും ഒഴിവാക്കി പൊട്ടിച്ച് കൊടുക്കന്നെ. വീടിന്റെ വിലക്ക് ZDI. അതും ഫുള്ള് ലോണും കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടൂല്ലേ? മാക്സിമം കിട്ടും. ഫുള്ള് ലോണൊന്നും കിട്ടൂല. 12 അല്ല മോഡൽ. അതെ. ചെറിയ പൈസക്ക് ഒരു ആൾട്ടോ കാർ കൊടുക്കല്ലേ? ഇത് AC ഉള്ള വണ്ടിയാ?
AC LXI അല്ല AC പവർ സ്റ്റിയറിംഗ് അതന്നെ LXI AC പവർ സ്റ്റിയറിംഗ്. എത്ര മോഡലായിരുന്നു? 2010 മോഡൽ. 10 മോഡൽ. പാർട്ടി വണ്ടിയാണ്, നമ്മളെ വണ്ടിയല്ല, പാർക്കാൻ സെയിലാണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ടാവും അല്ലേ? ഉണ്ട്. ഓക്കെ. വണ്ടി എന്ത് പാട്? മെക്കാനിക് നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയല്ലേ? ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഉഷാറാണ്. എത്രക്ക് കൊടുക്കാൻ പറ്റൂത്? ഇത് നമ്മക്കേ ഓല് ചോദിക്കണം 1.15 വേണമെന്ന് അറിയുന്നുണ്ട്. നമുക്ക് ഓല് ഒരു 1.5 വാങ്ങിക്കൊടുക്കും. 1.5 കൊടുക്കാൻ പറ്റൂലേ? 2009 വിലയിലാവണുള്ളൂ. അതെ. ഇത് 10 മോഡൽ. 2010 മോഡൽ. 10 മോഡൽ 5 കൊല്ലത്തെ പുതിയ പേപ്പർ. മെക്കാനിക് ഫുൾ ഫിറ്റ് അടിപൊളി. 1.5 ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ അല്ലേ? അതെ. മൈലേജ് കൂടുതൽ കിട്ടുന്ന വാഹനങ്ങൾ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഹോണ്ടന്റെ അമേസാണ്. അതും 25 മേലൊക്കെ മൈലേജ് ലോങ് ഡ്രൈവ് ആണെങ്കിൽ കിട്ടും. നമ്മളെ പഴയ റോഡ് ഉണ്ടല്ലോ, ഇപ്പൊ പുതിയ റോഡൊക്കെ വന്നല്ലോ, ഇപ്പൊ 6 വരിപ്പാതാ. അതിന് മുമ്പത്തെ റോഡിലൊക്കെ എനിക്ക് 28 മൈലേജ് കിട്ടിക്കൊണ്ടായിരുന്നു ഈ വണ്ടിയിൽ. ഇന്നിപ്പോ ഈ നല്ല റോഡിൽ പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? നല്ല മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ ഓരോരാളെ ഡ്രൈവിംഗിൽ കിട്ടുന്നതാണ് മൈലേജ്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റൂല നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളത്. എന്തായാലും ഇവിടെ 2 വണ്ടി ഉണ്ട്. ഒന്ന് സിൽവർ കളറ്, വൈറ്റ്. ഈ സിൽവർ നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം. ഇത് 2015 മോഡല്. 15 വണ്ടി. ഇത് കേരള റീ വണ്ടി 15 വണ്ടി. ഓക്കെ. ഏതാ? എസ് ഓപ്ഷൻ? SMT ആണ്. എസ് അല്ലേ? ഓക്കെ. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് എന്തെങ്കിലും പ്രശ്നം? ഉസാർക്ക് മുന്തിരി എത്ര കൊടുക്കത്? ഇത് നമ്മള് 3.25 ചോദിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, അത് 2.90 നെറ്റ് വില കൊടുക്കാം, പൊട്ടിച്ചു കൊടുക്കാം. 2015 റീവണ്ടി 2.90 പൊട്ടിച്ചു കൊടുക്കന്നെ. ഇവിടെ ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കാം. 13 കേരള വണ്ടി. ഒറിജിനൽ കേരള 13 SMT. ഓക്കെ. ഇത് നമുക്ക് ഇതേ വിലക്ക് കൊടുക്കാം. 2.90 കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 2 MB വണ്ടി എന്ത് പാടി? ഇത് ഈ വൈറ്റ് നല്ല വണ്ടിയാണ്. ഇത് ഓട്ടോ എത്ര ഉണ്ട്? ഇത് 94,000 ഓടിയിട്ടുള്ളൂ. ഇത് ഒന്നിന്റെ ഉള്ളിൽ സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ അല്ലേ? ഓക്കെ. ഓട്ടം വല്ലാണ്ട് ഇല്ല ഈ വൈറ്റ്. ഇല്ല. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഏകദേശം ഫുള്ള് ലോണും കിട്ടും. ഫുള്ള് ലോൺ, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ 2 വാഹനങ്ങൾ. കറുത്തൊരു കരിമ്പുലി, അതും M2DA എഞ്ചിനിൽ വന്നിട്ടുള്ള വണ്ടിയല്ല. 2015 വണ്ടിയാണ്. ബൊലേറോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഫുള്ളാണ്. ZLX ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളാണ്. 4 ഡോർ പവർ വിൻഡോ, വോയിസ് മെയില്, എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വണ്ടി. എത്ര ഓട്ടോ ഉണ്ട് വണ്ടി? ഇത് 1.15 ഓടിയിട്ടു. 1.15 ഓടിയിട്ടുണ്ട് അല്ല? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് കളറ് ഇത് കമ്പനി കളർ തന്നെയാ? ഇത് കുറച്ച് ടച്ചപ്പ് ചെയ്തേക്കണേ, ഇനി ഒന്ന് പോളിഷ് ചെയ്യാണ്ട് അല്ലേ? ഓക്കെ. വേറെ മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഇത് ഓണർഷിപ്പ് ഒക്കെ കയറിക്കണം? ഓണർഷിപ്പ് സിംഗിൾ, ഒരേ ഒരു ഓണർ, ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ. എക്സ്ട്രാ ഫിറ്റിംഗ് എന്തുള്ളത്? സീറ്റ് കവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ? വേറെ ഒന്നും ചെയ്തില്ല? വരാണ്ടേ ചെയ്യാണ്ട്. നിങ്ങളിപ്പോ ബുക്കാണല്ലോ, പിന്നെ എങ്ങനെ ചെയ്യാം? നിങ്ങൾ എങ്ങനെ ചെയ്യാന്? ഇതിന് പോളിഷ് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ചോ മിൻകാനുണ്ടല്ലോ, കുറച്ചോ കുട്ടപ്പനാക്കാണ്ട്. എത്രക്ക് ചെയ്യാൻ പറ്റൂ? വില എത്ര? ഇത് നമ്മള് 5.25 പോണ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി 5.25 പോണേ. നമുക്ക് 4.25 കൊടുക്കാം. 4.25 അതും 2015 ZLX ബ്ലാക്ക് എഡിഷൻ ആണ്. M2DA എഞ്ചിൻ. M2DA ആണ്. കണ്ണ് ചിമ്മിറ്റ് ഇറക്കാൻ പറ്റിയ ഒരു കിരുമത്തിന്റെ പെട്ടി പീസ്. അതായത് സ്വിഫ്റ്റ് കാറിൽ പെട്രോൾ വണ്ടിയാണ്. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള പെട്രോൾ വണ്ടി. അതും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? എത്ര കിലോമീറ്റർ ഓടിനെ? ഇത് 72,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ക്ലീൻ പീസ്, പെട്ടി പീസ്. അതെ. ടൈപ്പ് 2 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വാഹനം. 2017 അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വാഹനം. അതും ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. വീട്ടിൽ നിന്ന് ആയതുമാണ്. ഒരു വീട്ടിൽ നിന്ന് 2 ആളായതാണ് അല്ല? വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ല? ഫുൾ ഫിറ്റ്. ഓട്ടോ കുറവുള്ളതുകൊണ്ട് തന്നെ പിന്നെ മെക്കാനിക്കിന്റെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് ആക്കിയാലും കൂടി അറിയില്ല. ഓട്ടോ കുറഞ്ഞെങ്കിൽ അങ്ങനെയാണ്. ഓട്ടോ കൂടുമ്പോഴാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ VXI ഓപ്ഷൻ അല്ലേ? VXI ഓപ്ഷണൽ. ഏറ്റവും ടോപ്പ്. ഓക്കെ. ABS എയർ ബാഗ് എല്ലാം വരുന്നു അല്ല? ABS എയർ ബാഗ്. അലോയ്സ് വരില്ല. മറ്റേ മിറർ ഫോൾഡിങ് വരും. അതെ. ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ വണ്ടി? ഒന്നുമില്ല. എത്രക്ക് കൊടുക്കാം?
ഇത് നമ്മൾ ചോദിക്കണ 4.25 ആ. നമുക്ക് 4 റുപ്യ കൊടുക്കാം. 4 രൂപ കൊടുക്കാം. അല്ല ഫുള്ള് ലോൺ ഏകദേശം ഒരു 4 റുപ്യ ലോണും കിട്ടും. 4.25 ചോദിക്കേണ്ട 4 രൂപ കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കും. ഏകദേശം മാക്സിമം ലോൺ ചെയ്യാം. ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കറക്റ്റാ. കറക്റ്റ് കാണിക്കാൻ പറ്റും. ടെൻഷൻ വേണ്ട. എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട. ഇനി മറിച്ചത് തിരിച്ചത് കിലോമീറ്റർ അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. കറക്റ്റ് സർവീസ് ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കും. നല്ല കിടുക്കാച്ചൊരു ഇന്നോവ കാർ കാണിച്ചു കൊടുക്കാം അല്ലെ. അതും ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടി അല്ല. ടാക്സി ഓടിയ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർമിറ്റ് ഉണ്ട്. ടാക്സിക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം അല്ല. പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ ആക്കാം. പ്രൈവറ്റ് വേണമെങ്കിൽ ആക്കാം. ഓൾറെഡി ഇപ്പൊ ടാക്സി ഉള്ളതുകൊണ്ട്, ടാക്സി പെർമിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഇത് നമ്മളെ ഇവിടെ ഓടിയ വണ്ടിയാ? അത് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ട്. എയർപോർട്ടിൽ ഓടിയ വണ്ടിയാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു ഇത് മോഡൽ കാര്യങ്ങൾ? 2015 മോഡൽ. 15 വണ്ടി അല്ല. മോഡൽ ഉണ്ട്. ഓട്ടൊക്കെ വല്ലാണ്ട് ഉണ്ടോ? ഓട്ടം ഒന്നിന്റെ മേലെ 160 അങ്ങനെ. 160. നമ്പർ മാറിയ വണ്ടിയാ? നമ്പർ സിസ്റ്റം. വണ്ടി മെക്കാനിക് ഒക്കെ എങ്ങനെ? മെക്കാനിക് നോക്കണം. അത് മറ്റെന്താണേ മൈലേജ് കൂടി എഞ്ചിനെ എന്താണ് മറ്റേ ഇത് ഇന്റർകൂളർ ആണ്. മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ മെയിൻ്റെനൻസ് 14-15 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. അതെ, മെയിൻ്റെനൻസ് കുറയും. മെയിൻ്റെനൻസ് കുറയും. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തി ഉണ്ടല്ലോ ഉള്ളിൽ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തി ഉണ്ട്. പിന്നെ അലോയ്സ് ഇത് ഓപ്ഷൻ ഏതാ ചോദിക്കാൻ വിട്ടേ? ഇത് വി ആണ്. അലോയ്സ് ഒക്കെ കമ്പനിന്ന് വരുന്നതാണ്. അലോയ്സ് ആൻഡ്രോയിഡ് ഒക്കെ കമ്പനി വരുന്നതാണ്. പിന്നെ എത്രക്ക് കൊടുക്കാൻ പറ്റും ഇത്? നമ്മള് ചോദിക്കണതൊക്കെ 860 860 ചോദിക്കണ്ട്. ഒരു 830 കൊടുക്കാം. 830 കൊടുക്കാം അല്ലെ. 15 വണ്ടിയാണ് 830 കൊടുക്കുന്നത്. 830 കൊടുക്കണേ അല്ല. അത് ആലോചിക്കണം. 9.25 വില ഉണ്ട്. 9.5 വിലയിലെ വണ്ടിയാണ്. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടിയാ. ഒരു തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കോട്ടോ.